ബാക്ക് ടു സൂര്യ കിച്ചൺ. ഞാൻ സൂര്യ രഞ്ജീഷ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞങ്ങൾ ഒരു ചേഞ്ചിന് വേണ്ടി നമുക്കൊരു ഔട്ട്സൈഡ് കുക്കിംഗ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. തൊട്ടടുത്ത് റോഡ് തന്നെയാണ്, അതൊക്കെ പോകുന്നതിന് വേണ്ടി പോകുന്നുണ്ടതുകൊണ്ട് ഓക്കെ. എങ്കിലും നമുക്ക് നോക്കാം. നമുക്ക് നല്ല ചൂടാണ് ഇവിടെ പുറത്ത്, എങ്കിലും ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടി നമുക്കിന്ന് പുറത്തിരുന്ന് കുക്ക് ചെയ്യാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് ചക്ക. ചക്ക വെച്ചിട്ട് പല പല ഐറ്റങ്ങളുണ്ട്. ചക്ക അട, ചക്കപ്പുഴുക്ക്, ചക്ക ഉപ്പേരി, ചക്ക അവിയൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ചക്ക എരിശ്ശേരി. അപ്പോൾ ഞാൻ ഇന്നൊരു ചക്കപ്പുഴുക്കാണ് കാണിക്കാൻ പോകുന്നത്. ചക്കപ്പുഴുക്കും അതിൻ്റെ കൂടി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഫിഷ് ഫ്രൈയുമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ചക്കയെപ്പറ്റി ചെറിയൊരു ഇത് പറയുകയാണെങ്കിൽ, നമുക്കിവിടെ യു എസിലൊന്നും എപ്പോഴും ചക്കയൊന്നും കിട്ടില്ല. മീൻസ് പച്ചച്ചക്കയൊന്നും കിട്ടില്ല. അപ്പോൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്കിതൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രോസൺ ആണ് കിട്ടാറുള്ളത്. പക്ഷെ ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ചക്ക തിന്നാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഏട്ടൻ പല പല കടകളിൽ കയറി നോക്കി. ഒരു പ്രാവശ്യം ഇങ്ങനെ ജി മാർട്ട് എന്ന് പറയുന്ന ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചക്ക ഇരിക്കും. നോക്കിയപ്പം പഴത്തിൻ്റെ മണമൊന്നും വരുന്നില്ല. അപ്പോൾ അത് പച്ചച്ചക്കയാണെന്ന് വിചാരിച്ച് മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ വീട്ടിൽ വന്നത് കട്ട് ചെയ്തപ്പോഴാണെങ്കിൽ അതിന് മധുരമുള്ളതായിരുന്നു. പിന്നെ ചക്ക പ്രഗ്നൻ്റ് ആയിരിക്കുന്നതാണല്ലോ, അപ്പോൾ ചക്ക തിന്നാൻ കൊതി കാരണം ഒടുവിൽ ഇന്ത്യൻ സ്റ്റോറിൽ ചെന്നപ്പോൾ അവിടെ ചക്ക പുഴുങ്ങിയത് ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചുകൊണ്ട് തന്നു. അങ്ങനെ ആ സമയത്തെ കൊതി മാറി. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത്, നാട്ടിൽ പോകുന്ന സമയത്തൊന്നും ചക്കയൊന്നും ഉള്ള സീസണല്ല. പിന്നെ നമുക്കിങ്ങനെ ഫ്രോസൺ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നാറില്ല. സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചക്ക ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ ചക്ക ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ചക്കയാണ്. ഇത് ശരിക്കും ഇങ്ങനെയാണ് പാക്കറ്റിൽ നമുക്ക് കിട്ടുന്നത്. ഇത് സ്ലൈസ്ഡ് അല്ല. എന്നിട്ട് ഞാനിതിനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടോ, ഇത് ശരിക്കും വന്നിരിക്കുന്നത് കോട്ടയം, എൻ്റെ നാടായ കോട്ടയത്തു നിന്ന് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. പാല, കോട്ടയം, നരിയങ്കാനം PO അവിടെ നിന്നാണ് ഈ ചക്ക വന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ആ ചക്കയുടെ സെയിം ടേസ്റ്റ് തന്നെയാണല്ലോ. പിന്നെ ഞാൻ ഈ ചക്കയ്ക്ക് വേണ്ടി ഇവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കയുടെ അരപ്പുണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഉള്ളി, ഒരു 6 പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, ഉപ്പ്, കോക്കനട്ട് ഓയിൽ, വെള്ളം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ചക്ക വേവിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഈ ചക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അതിനുള്ള അരപ്പുണ്ടാക്കി വയ്ക്കാം. ആദ്യം തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ കുറച്ച് ജീരകം, ഇത്രയും കൂടി ഇട്ട് ഞാൻ ആദ്യം തന്നെ ഇതിനെ ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഇതൊരു അരമുറി തേങ്ങയോളം ഉണ്ട്. ഈ തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഈ ചക്ക പുഴുങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് നല്ല സ്പൈസി ആയിട്ടൊക്കെ ഇരുന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് കൂടണം. ഇനി നമുക്കിനി ഒന്ന് ജസ്റ്റ് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരണം, ഒന്ന് ഒതുക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ഒരു പരുവേ ആകാവുള്ളൂ, ഒരുപാട് അരഞ്ഞു പോകിട്ടില്ല. അടുത്തതായി നമുക്ക് ചക്ക കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂട് കട്ടിയുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ അതിനുശേഷം ഇതിലേക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു അല്പം വെള്ളം, ഓൾറെഡി ഫ്രോസൺ ആയതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം കാണും. അതുകൊണ്ട് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു പകുതിയാണ് ഇപ്പം ഒഴിച്ചു കൊടുക്കും. നമുക്കിനി കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പം ഇതിനകത്ത് കുറച്ച് ചക്ക നല്ല മൂത്തതും കുറച്ച് മൂപ്പ് കുറവുള്ളതും ഉണ്ട്. അതാണ് 2 കളറിൽ കാണുന്നത്. ഇപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവ് കാണുന്നുണ്ട്. ഇനി ഇത് വെന്ത് വരണ്ടേ, അതുകൊണ്ട് ഞാനൊരു അല്പം കൂടെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഇന്ന് എൻ്റെ ഗാർഡനിൽ തന്നെ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും വീട്ടിനകത്തിരുന്നല്ലേ, അപ്പോൾ ഫ്രഷ് എയറൊക്കെ കൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാണുന്നവർക്കും ഒരു ചേഞ്ച് വേണമല്ലോ. പിന്നെ എനിക്കും ഇഷ്ടം ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ചെയ്യാം. നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ ഇരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കും അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. ഇതുകൊണ്ട്
ചക്ക വെന്തിട്ടില്ല. അപ്പോഴിങ്ങനെ ഇടയ്ക്ക് വെള്ളം വറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറന്ന് നോക്കുന്നത്. അതിൽ നിന്ന് വേകട്ടെ. ഈ ചക്ക വേകുന്ന സമയത്ത് നമ്മളുടെ വിചാരം എന്താ, അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം മുട്ടയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും അല്ലേ. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടേ. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഉള്ള അനുഭവമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. അതായത് നമ്മളുടെ വീടിൻ്റെ ബാക്കിയാട് തന്നെ ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ നോക്കി, എല്ലാം നല്ല പച്ചപ്പ് നിറച്ച് മരങ്ങളാണ്. ഇതെല്ലാം നോക്കി നല്ല ഫുൾ പച്ചപ്പാണ്. നാട്ടിലാണെങ്കിൽ നമ്മൾ ഹരിതാഭയും പച്ചപ്പെന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇവിടെ അതിലും നല്ല അടിപൊളിയായിട്ടാണ് മരങ്ങളെല്ലാം നിൽക്കുന്നത്, നല്ല ഡാർക്ക് കളറിൽ. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തിനൊന്നും ഒട്ടും ക്ഷാമമൊന്നുമില്ല ഇവിടെയൊന്നും. പിന്നെ എന്താ, ഇതുണ്ട് എൻ്റെ ചെടികളെല്ലാം ഇപ്പം ഈവനിങ് ഇച്ചിരി വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തപ്പോഴത്തേനും നന്നായിട്ട് വന്നിരിപ്പുണ്ട്. നല്ല വെയിലാട്ടോ ഇവിടെ ഇപ്പം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇച്ചിരി വാടുന്ന പോലെ വരും. വെള്ളമെല്ലാം ഒഴിച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വരും. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതുകൊണ്ടോ, അപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇളക്കി കാണിക്കാം. ഇതുണ്ടോ, ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെയും മുളകിൻ്റെ എല്ലാം കൂടെ അരപ്പുണ്ടല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ്. അതായത് ഈ തേങ്ങയ്ക്കും വരണം ചക്കയ്ക്കും വരണം, അതിനനുസരിച്ച് നമ്മൾ കണക്കാക്കി ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നല്ല മഞ്ഞ കളറിൽ, മഞ്ഞളെല്ലാം ഇട്ട് ചക്ക നല്ല മഞ്ഞ കളറിലിരിക്കും. എപ്പോഴും ചക്കയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലതായിട്ട് ഉപ്പും മുളകും എല്ലാം പിടിച്ചു. എൻ്റെ അച്ഛൻ എപ്പോഴും പറയും നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചാലേ ചക്ക കഴിക്കാൻ ടേസ്റ്റ് ഉള്ളെന്ന്. നമുക്ക് തേങ്ങയൊക്കെ കുറവുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ അമ്മ കുറച്ച് തേങ്ങയൊക്കെ ഇടും. അപ്പോൾ പറയും ചക്ക പുഴുങ്ങുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഞാനാണെങ്കിൽ എപ്പോഴും നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല മണം വരുന്നില്ല ചേട്ടാ. നിങ്ങളിങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഇതിനാവശ്യത്തിന് ഉപ്പെല്ലാം കൂടിയിട്ടുണ്ട്. ഇനി ഈ സമയം ഞാനിതിനെ ഒന്ന് അടച്ചു വെക്കാൻ പോകണം. ഈ അരപ്പൊന്ന് വേകണം. അതായത് നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട്, ഇപ്പോൾ നമ്മളിനി വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മളൊരു കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റോളം ഇത് അടച്ച് ഇതിൻ്റെ അരപ്പൊന്ന് വെന്ത് വരണം. അത്രയും നേരം കൂടെ നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് 2.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പം ഇപ്പം നമ്മളുടെ ഇതുകൊണ്ട് ചക്കയ്ക്കകത്ത് നല്ല അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മഞ്ഞ കളറിൽ അടിപൊളി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക കഴിക്കാൻ. എനിക്ക് നാട്ടിൻപുറത്ത് നമ്മുടെ ഫുഡൊക്കെ ചക്ക, കപ്പ അതൊക്കെയാണ് ഇഷ്ടം കഴിക്കാൻ. ജിഷി ചേട്ടനും അത് തന്നെ, ചേട്ടനും അതൊക്കെ തന്നെയാണ് ഇഷ്ടമുള്ള മെയിനായിട്ടുള്ള ഫുഡൊക്കെ. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം കടുക് വറുത്തൊഴിക്കാം. നാട്ടിലെല്ലാം ചെയ്യുന്ന കടുക് വറുത്തൊഴിക്കാറില്ല, പച്ച വെളിച്ചെണ്ണ വാങ്ങുന്നതിന് ഒട്ട് മുമ്പാണ്. പക്ഷെ ഞാൻ കടുക് വറുത്തിട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്കിതിൽ കടുക് വറുത്തും കൂടെ ഇടാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കടുകും അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കപ്പുഴുക്കിലേക്ക് നമുക്ക് ഒഴിക്കാം. കേട്ടോ, ആ വെളിച്ചെണ്ണയുടെ മണം എല്ലാം കൂടെ വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മണം പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് അടച്ചും കൂടെ നമുക്ക് വെക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചക്കപ്പുഴുക്കിന് ചൂട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫിഷും ഫ്രൈ ചെയ്യണ്ടേ. നമുക്കിനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. നമുക്കെപ്പോഴും ഇപ്പോൾ ഫ്രഷ് ഒന്നും പോയി മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമ്മൾ ഇവിടുത്തെ ബീജേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇത് സർഡൈൻസ് ഇൻ 100% ഒലീവ് ഓയിൽ. നമ്മളുടെ മത്തി ഒലീവ് ഓയിലിൽ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഞാനത് തുറന്ന് കാണിക്കാം. ഇതുണ്ട്, ഇങ്ങനെ ഒരു ക്യാനായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളതിനെ ആദ്യം തന്നെ ഇതിങ്ങനെ പൊട്ടിച്ച് ഇതിനകത്ത് ഒലീവ് ഓയിലാണ് അവർ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒലീവ് ഓയിൽ എടുത്തത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് തന്നെ
ഈ ഒലിവ് ഓയിൽ ഒഴിച്ച് തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് എപ്പോഴും ഇവിടുത്തെ കോക്കനട്ട് ഓയിലിലാണ് ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ കോക്കനട്ട് ഓയിൽ ചെയ്യാൻ വേണ്ടി ഈ ഇത് ഊറ്റിക്കളയുകയാണ്. ഞാനിങ്ങനെ ഒരു ടിഷ്യൂ എടുത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്കാണ് ഈ ഫിഷ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതുണ്ട്, ഇങ്ങനെ ഇരിക്കും. അതുപോലെ ഇപ്പോൾ ഒരെണ്ണത്തിൽ ഒരു 3 ഒരു ചെറുതുമാണുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ ഇവർക്ക് എല്ലാവർക്കും കൂടെ തികയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ 2 എണ്ണമാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് ഇത് ഓൾറെഡി കുക്ക്ഡാണ്. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് പണിയും കഴിയും. അപ്പം ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഫിഷാണ് നമുക്കിവിടെ ഉള്ളത്. ഞാനിപ്പോൾ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതുണ്ട് ഇങ്ങനെ. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മസാല നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മസാലയെല്ലാം അതിൽ തേച്ച് പിടിപ്പിക്കും. പക്ഷേ ഇതിന് നമുക്ക് അങ്ങനത്തെ ആവശ്യമില്ല. അതിന് പകരം ഇതിന് വേണ്ടി കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇത്തിരി ഉപ്പും കൂടെ, അതായത് ഈ ഫിഷിന് കുറച്ച് ഉപ്പുണ്ട് ഇതിൽ. പിന്നെ ഈ ഫിഷിന് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് കണ്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ആ സമയത്ത് ബാക്കി എന്താണെന്ന് കാണിച്ചത്. ഇപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ സമയം ഞാൻ പറഞ്ഞില്ല ഇത് ഓൾറെഡി കുക്ക്ഡ് ആണെന്ന്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ പേസ്റ്റ് അതിൽ തേച്ച് പിടിപ്പിക്കുന്നില്ല. അതിന് പകരം ഞാൻ ഈ ചൂടായ എണ്ണയിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇത്തിരി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഫിഷിനെ ഞാനെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ വെള്ളമയം ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. ചെറുതായിട്ടിങ്ങനെ ഞാൻ ഈ ഫിഷിനെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഒലിവ് ഓയിലെല്ലാം ഈ ഫിഷിലോട്ട് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലുണ്ടായിരുന്നേ നമ്മൾ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ ഫിഷിനെപ്പോഴും. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മുളകും കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെയുള്ള പേസ്റ്റ് ഞാനിങ്ങനെ വിതറി കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്. നമ്മൾ സാധാരണ തേച്ച് പിടിപ്പിക്കും. ഇതങ്ങനെ തേച്ച് പിടിപ്പിച്ച് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ പൊട്ടിപ്പോകാണ്ട് ഇങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ തിരിച്ചിടുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുകയാണ്, എല്ലായിടത്തും നന്നായിട്ട് ഓയിൽ പിടിക്കാൻ വേണ്ടി. ഇനി ഞാൻ ഈ ഫിഷിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ആ മുളകിൻ്റെ ആ കൂട്ട് നമ്മൾ മുകളിലൊന്ന് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ചും കൂടെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കറിവേപ്പില ഫ്ലേവർ എല്ലാം തന്നെ ഈ ഫിഷിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്നും കൂടി ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതിനെ ഇങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ മുരിച്ചെടുക്കണം. നല്ല കളറൊക്കെ ഉണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ള ഞാൻ കശ്മീരി ചില്ലിയാണ് ഇട്ടത്. ഇപ്പോൾ കുട്ടികൾക്കൂടെ കഴിക്കേണ്ടതുകൊണ്ട് നിങ്ങൾക്ക് നോർമൽ ചില്ലി പൗഡറോ പിന്നെ പച്ചക്കുരുമുളകൊക്കെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പച്ചക്കുരുമുളകിൻ്റെ ഇതൊക്കെ നരച്ചിട്ട് ഇങ്ങനെ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. തേച്ച് പിടിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. എനിക്ക് എപ്പോഴും പറ്റാറുണ്ട്. ഞാനതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഷേപ്പ് ഒന്നും നോക്കുന്നില്ലാത്തവർക്ക് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഫിഷിനെ നമുക്ക് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അതായത് എക്സ്ട്രാ ഉള്ള ഓയിലെല്ലാം വലിച്ചെടുക്കാൻ വേണ്ടിയാണ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് മാറ്റുന്നത്. ഇതുണ്ടോ, നല്ല കളറുണ്ടോ, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്തു കേട്ടോ, ഒട്ടും സമയം എടുത്തില്ല. ഇത് ഓൾറെഡി വെന്തതായതുകൊണ്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നമുക്ക് നമ്മളുടെ ചക്കപ്പുഴുക്കും ഫിഷ് ഫ്രൈയും ഇത് രഞ്ജീഷ് ചേട്ടനാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് വെച്ചാണല്ലോ കുക്ക് ചെയ്തത്, അതുകൊണ്ട് ഇന്ന് പുറത്തിരുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച്. ഹലോ, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നേരെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ്, കാണാനൊക്കെ കണ്ട നല്ല അടിപൊളിയാണ്. ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടെ ഉള്ളവർക്കൊന്നും ചക്കപ്പുഴുക്ക് തിന്നാൻ പറ്റിയില്ല എന്ന് പറയരുത്. ഇന്ത്യൻ സ്റ്റോറിലുണ്ട്, പട്ടൽ പ്രദേശിലെല്ലാം അവൈലബിൾ ആണ്. അങ്ങനെയുണ്ട്. ഉപ്പും മുളകൊക്കെ എങ്ങനെയുണ്ട്? ആവശ്യമുണ്ടോ? അല്ല കാണിച്ചിട്ട് പ്ലേറ്റിൽ ഇത് രഞ്ജീഷായിട്ട് മീനും കൂടെ കൂട്ടിയെടുത്ത് എങ്ങനെയുണ്ട്? ഫിഷ് എങ്ങനെയുണ്ട്? മത്തിയല്ലേ? മത്തിയും ചക്കപ്പുഴുക്കും കൊള്ളാവോ? ഇത് വാൾമാർട്ടിലെല്ലാം കിട്ടുന്നതല്ലേ? വാൾമാർട്ടിലും കിട്ടുമെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ പക്ഷെ എനിക്ക് കുറച്ചുകൂടി ചെറിയ ഫിഷ് ആയിരുന്നു അല്ലേ? ചെറുതാകുമ്പം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? കുറച്ചുകൂടി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ, ചക്കപ്പുഴുക്കും ഫിഷും നല്ല കോമ്പിനേഷനാണ് അല്ലേ? ഫിഷ് കറിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.